പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് സാധാരണമാണ്. എന്നാൽ അതീവ ഗുരുതരമായൊരു പരാതിയാണ് തിരുവനന്തപുരം വെള്ളറട സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ ഇപ്പോൾ കേൾക്കുന്നത്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈക്ക് യാത്രക്കാരായ സഹോദരങ്ങളെ റോഡിൽ തടയാൻ ശ്രമിച്ച ശേഷം ചൂരൽ കൊണ്ട് അടിച്ചതായി പരാതി. വെള്ളറട സ്റ്റേഷനിലെ മഫ്തിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് മർദ്ദിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ശനിയാഴ്ച രാത്രി കാട്ടാക്കടയിലെ തിയേറ്ററിൽ സിനിമ കണ്ട് മടങ്ങുകയായിരുന്ന അമ്പൂരി തൊടിയക്കോണം സ്വദേശി സജുവിനും സഹോദരൻ അനിലിനുമാണ് മർദ്ദനമേറ്റത്. രാത്രി 1:30 ഇവർ വെള്ളറട ജംഗ്ഷനിലെത്തിയപ്പോൾ റോഡിൽ സാധാരണ വേഷത്തിൽ നീളമുള്ള കമ്പുമായി നിൽക്കുന്നവർ ബൈക്കിന് മുന്നിലേക്ക് പാഞ്ഞെത്തി. തുടർന്ന് വടികൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിക്കുകയായിരുന്ന സജുവിന്റെ മുതുകിലും കൈയിലും അടിയേറ്റു. ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിക്കാൻ പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ജീപ്പോ യൂണിഫോമോ ഒന്നുമില്ലാതെ തടയാൻ ശ്രമിച്ചവർ ആക്രമികളായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് സജു പറയുന്നു. അപായപ്പെടുത്തുന്ന തരത്തിൽ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അല്ല, ഒരു വടി പോലത്തെ ഒരു സംഭവം വെച്ച് ആഞ്ഞടിക്കരുത്. വണ്ടി വന്നോണ്ടിരുന്ന സ്പീഡിൽ ആഞ്ഞടിക്കരുത്. ഇങ്ങനെ സ്ലോ ചെറുതായി ഇങ്ങനെ കാണിച്ചു. പക്ഷെ നമ്മളിക്കെന്തോ യൂണിഫോം അങ്ങനെ പോലീസൊന്നും അല്ല. അവര് എന്താണെന്ന് അറിഞ്ഞത്, എന്തിനാണ് ഉദ്ദേശം എന്ന് അറിഞ്ഞത്. ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ആഞ്ഞടിക്കരുത്. വണ്ടി വന്നോണ്ടിരുന്ന ആഞ്ഞടിക്കരുത്. അടിച്ചപ്പോ ഞാനാണ് ഓടിച്ച ആൾക്കാണ് അടിയിട്ട്. അത് ഞാനാണ് ഓടിച്ചത്. അപ്പോൾ എനിക്കാണ് കയ്യിൽ അടിയിട്ടേ. വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പാളി. വിഴുന്നിരുന്നെങ്കിൽ സ്പോട്ടായിട്ട് തലയൊക്കെ അടിച്ച് വന്നതിന് പറ്റുമായിരുന്നു. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കൈ തലയിൽ. അതാണ് സംഭവം. പരാതി വെള്ളറട സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പോയി. പോയപ്പോൾ അവർ എന്താ പരാതി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി അപ്പോൾ വേറൊരാൾ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്ത് ന്യൂസ് അയച്ചിട്ട്. വെള്ളറട സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിന്നതെന്നും രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നുവെന്നുമാണ് സൂചന. സജുവും സഹോദരനും ആശുപത്രിയിൽ ചികിത്സ തേടി. മോട്ടോർ മെക്കാനിക്കാണ് സജു. സഹോദരൻ അനിൽ മരപ്പണിക്കാരനും. News 18 നെയ്യാറ്റിൻകര.